താനെന്താ സന്യാസം തുടങ്ങാൻ പോന്നോ? ഏകാന്തയിൽ വന്നൊരു ധ്യാനം എന്ത് പറ്റിയടോ? വീട്ടിൽ വല്ല പ്രശ്നമുണ്ടോ? അല്ലെങ്കിൽ പണത്തിന്റെ? ഒന്നുമില്ല, വീട്ടിൽ നിന്ന് പിള്ളേരുടെ കത്ത് വന്നു. കഴിഞ്ഞ തവണ വീട്ടിൽ പോയപ്പോ ഞാൻ ഒരു വിടുവാക്ക് പറഞ്ഞു, ഈ ക്രിസ്മസിന് പിള്ളേരെ ഇവിടെ കൊണ്ടുവന്ന് സ്ഥലം വെച്ചിട്ടൊക്കെ കാണിക്കാന്ന്. അടുത്ത ആഴ്ച ക്രിസ്മസ് വെക്കേഷൻ ആരംഭിക്കുക. അതിനെന്താ തടസ്സം? തടസ്സമൊന്നുമില്ല. ഒരു 5 പേർക്ക് ഒരാഴ്ച ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കണമെങ്കിൽ എത്ര രൂപയാവും? എന്തിനാ ഹോട്ടല്? പിന്നെ 3 പിള്ളേരും തന്തയും തള്ളയും എല്ലാം കൂടെ ആ പൊത്തുവെള്ളം മുറിക്കാതെ താമസിക്കാൻ പറ്റൂ? പിന്നെ വെള്ളം വേണം, വെളിക്ക് പോണം. എന്റെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കണോ? അതൊന്നും വേണ്ട, അതൊക്കെ ബുദ്ധിമുട്ടാവും. തനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറ. ഒരാഴ്ച നമുക്ക് രസമായിട്ട് കൂടാമെന്ന് വെച്ചിട്ടാണോ? എന്നാ ഞാൻ പോയി കൊണ്ടുവരട്ടെ? താൻ പോയി കൊണ്ടുവാടോ. ഹലോ. ആണ്ടെ എല്ലാരും ഒത്തിരിട്ട് കേട്ടോ. പിടിക്ക്. ഇത് എന്നാ മനുഷ്യനെ ഈ പെട്ടി അങ്ങോട്ട് പിടിച്ച് വർത്താനൊക്കെ പിന്നെ പറയാം. എടാ കൊച്ചനെ ഇതിനെ അങ്ങോട്ട് പിടിച്ച്. ഇതാണ് നമ്മുടെ റാണി ലക്ഷ്മി ഭായി, ചങ്ങനാശ്ശേരി. ഇത്തിരി ആംബിയർ കൂടുതലാ. ജോസന്റെ കർത്താവെ അടിച്ചിറക്കാം. ഇങ്ങോട്ടിറങ്ങി വേടാ. എനിക്ക് ഇനി തീവണ്ടി പോണം. അമ്മച്ചി, അപ്പന്റെ മണം. ഇവൻ കയറി ഇരിപ്പായോ? എടാ അങ്ങളുടെ പാൻറ്റൊക്കെ ചീത്ത ഇറങ്ങ്. വേണ്ട വേണ്ട, അപ്പം വേണ്ട, അങ്കിള് മതി. കുഴപ്പമില്ല, അവിടെ നോട്ടെ. മോനെ, നിനക്ക് അങ്കിളിനെ അങ്ങ് ഇഷ്ടമായോ? അവൻ അങ്ങനെ ഒറ്റ നോട്ടത്തിൽ ഒരാളിനെ ഇഷ്ടപ്പെട്ട പിന്നെ മേത്തൊന്നും മാറത്തില്ല. ഒന്നും മറന്നിട്ടില്ലല്ലോ. എന്റെ ഈശോയെ, എന്റെ ചെരുപ്പ്. ആ ട്രെയിനങ്ങ് പോയി, ഇനി അത് കിട്ടത്തില്ല. കഷ്ടായല്ലോ, മേടിച്ചിട്ട് 1 മണിക്കൂർ പോലും കാലിലിട്ടില്ലല്ലോ. എന്റെ പാറപ്പള്ളി മാതാവേ, എന്റെ ചെരുപ്പ് തിരിച്ചിട്ടാണ് ഇത്രയും മെഴുകുതിരി മേടിച്ച് കത്തിച്ചേക്കാവേ. മാതാവിന് ഇപ്പൊ ചെരുപ്പിന് വെച്ച് നടക്കല്ലേ പണി. ഇതാരാണെന്ന് മനസ്സിലായോ? അയ്യോ, ഞാൻ ചോദിക്കാൻ മറന്നുപോയി. ഇതാണ് ഞാൻ പറഞ്ഞ രാജീവ് മേനോൻ. ഇത് എന്റെ വീട്ടിലാണോ നമ്മൾ താമസിക്കാൻ പോകുന്നത്? കൊച്ചന്റെ വീട്ടിൽ എല്ലാവർക്കും കൂടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടോ? കുറച്ച്. ഓ, അതൊക്കെ മതി. ഞങ്ങളുടെ വീട്ടിൽ ആകെ 2 മുറിയേ ഉള്ളൂ. അപ്പച്ചൻ വന്നാ പിന്നെ ഞങ്ങൾ എല്ലാരും കൂടെ ഒരു മുറിയിലാണ് കിടക്കുന്നത്. ഇറച്ചി മീനൊക്കെ വയ്ക്കാല്ലേ? അവിടെ ചെന്നിട്ട് മതി നിന്റെ ക്രോസ് വിസ്താരമൊക്കെ. ശരിയാ, അമ്പിയർ കൂടുതലാ. അവിടെ ഇട്ടാൽ ഞാൻ വീട്ടിൽ പോകട്ടെ. അല്ലല്ല, നല്ല ക്ലൈമറ്റ് ഉള്ള കാലാവസ്ഥ എന്ന് പറയാ. അതെ അതെ, വന്ന് നടക്കും മോളെ.